സീനിയറിനോട് അഭിനയിക്കുമ്പോൾ തലയണം മാത്രമൊക്കെ എത്ര ടേക്കാന്നറിയാവോ? മുഖത്തോട് സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പം ഞാൻ ചിരിക്കും, വെറുതെ കിടന്ന് ചിരിക്കരുത്, പിന്നെ അത് എന്നെ കുറ്റം പറയരുത് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തുറച്ചു നോക്കുക, ഒരു ആത്മാർത്ഥം ഇല്ലാതെ ഇവിടുന്ന് സംസാരിക്കും. നമ്മളൊന്നും ഇവിടുന്ന് സംസാരിക്കും, ഇല്ല ചിലത് ആത്മാർത്ഥമായിട്ട് അടിവയറ്റിൽ നിന്ന് സംസാരിക്കും. ഇത് നീ എപ്പോൾ വന്നു, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എപ്പോ പോകും, ഇത് ലോകത്താരും ചോദിക്കാത്ത തരത്തിലൊക്കെ ചോദിക്കുന്നത്. അല്ല സിനിമയിലുണ്ടല്ലോ. അതെ, ചായ വേണോ ചേട്ടാ, വേണ്ടി വന്നേക്കും. ലോകത്താരും എനിക്ക് അത്രയും കാറ്റ് വേണ്ട, എനിക്ക് അത്രയും കാറ്റ് വേണ്ട, ഇതൊന്നും ആരും പറയത്തില്ല. പിന്നെ വാ കൊണ്ട് വണ്ടി ഓടിക്കുക, ഒരു രക്ഷയിൽ ഷോട്ട് കണ്ടു കഴിഞ്ഞ് ചിരിച്ചെനിക്ക് കണ്ണി കൂടെ വെള്ളം വരും. ഈ കുട്ടി ഇരിക്കുമ്പോൾ ഒന്നും പറയാൻ നിർത്തിയില്ല എന്നൊക്കെ പറയും. പിന്നെ ആരെങ്കിലുമൊക്കെ പറ്റിരിക്കും. അത് ഈ അറിയാത്ത മീഡിയയിലെ പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അടുത്തിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയും. അതെ അതെ, അത് ഉർവശി ഇപ്പോൾ MA എഴുതിക്കൊണ്ടിരിക്കുകയാണ്, തലയുടെ ബന്ധം നടക്കണം. അപ്പോൾ ഞാൻ വന്നപ്പോൾ എപ്പോഴാണ് MA പോകുന്നത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രത്തൊരു വീട്ടിലാണ്. അപ്പോൾ ഞാൻ MA പോകുന്നു. ഉർവശി MA പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോയിട്ടല്ലേ ഇവിടെ ക്ലൈമാക്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ആര് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അതെ അതെ ഞാൻ MA പോയിട്ട് വരും. എവിടെ പോയിട്ട് വരും? മദ്രാസിൽ പോകണം. തമിഴാണ് എടുത്തേക്കുന്നത്. ആ തമിഴാ, മലയാളം അറിയില്ല. മലയാളം അറിയില്ലല്ലോ, അക്ഷരം തന്നെ പഠിച്ചത് ഇപ്പം MA ചേർത്തിട്ട. ഈ ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവില്ല. അങ്ങനെ പറ്റിക്കോ? ഇത് പറ്റിക്കലാണ്, ചിരിക്കാനുള്ള പണി. അരവിന്ദന്റെ അതികൾ വരെ ഇദ്ദേഹം എന്താ പറയുന്നത് അറിയാക്കത്തില്ല. എന്തിനാ ഈ ബുക്കൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്? അല്ല ആഗ്രഹിക്കും എടുത്ത് കൊടുത്തുകൂടെ? എന്നിട്ട് ചുമ്മാ അതെങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പറയുമ്പോൾ പുസ്തകം വായിക്കാൻ വിവരം വേണമെന്ന് എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല പുള്ളി എന്താ പറയുന്നത്. അതാ ടേക്ക് സമയത്തേ നമുക്ക് അറിയത്തുള്ളൂ എന്തുമായിരിക്കും പറയുന്നത്. എന്തുമായിരുന്നു മറുപടി പറഞ്ഞത് എനിക്ക് എപ്പോഴും അറിയത്തില്ല. പിന്നെ ആ സമയത്തൊക്കെ ഓർഗാനിക്കിലേക്ക് കുറച്ച് കൂടുതലായി ശ്രീനേട്ടൻ. അപ്പം നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഷോട്ടിനൊക്കെ വിളിച്ചിങ്ങനെ എന്നോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര താല്പര്യമായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഷോട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ വരുമ്പം ഉർവശി എന്ന് വർത്തമാനം പറഞ്ഞാൽ ശ്രീനേട്ടൻ ഷോട്ടിന് വിളിക്കുമ്പോൾ വരുന്നില്ല, ഉർവശി എന്നൊന്ന് പറയണേ. അപ്പം ഞാൻ ശ്രീനേട്ടൻ ഒരു ഓർഗാനിക് ഷോട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ മനസ്സിലാവും, ആ എന്താ പിന്നെ അതിപ്പോൾ എടുത്തിട്ട് വരാം. സഹൃദയനാണ്, ഓരോരുത്തരും എന്ത് സംസാരിച്ചാലോ ഇഷ്ടമെന്ന് അറിയാം. അത്രേ അങ്ങനെ. പിന്നെ വളരെ വ്യക്തിപരമായിട്ടുള്ള പല സന്ദർഭങ്ങളും എനിക്ക് ഏറ്റവും വിലയേറിയ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ആളാണ്. അതൊന്നും ആരുടെ മുമ്പിലും പ്രകടിപ്പിക്കത്തുമില്ല. അത്ര അറിവും മനുഷ്യനെ മനസ്സിലാക്കാനും റെസ്പെക്ട് ചെയ്യാനും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഈ വെറുതെ ഇങ്ങനെ വെറും വാക്കുകളൊന്നും പറയില്ല. ആരെ റെസ്പെക്ട് ചെയ്യണമെന്ന് അറിയാം. ബഹുമാനിക്കേണ്ടാത്തടത്ത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. മനഃപൂർവ്വം ആരെയും പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവും. ഈ പൊന്മുട്ടയിടുന്ന താറാവിനകത്ത് മറ്റേ ആ മാല കൊണ്ട് തരുന്ന ഒരു സീനുണ്ട്, മറ്റേ ഇത്രയും 10 പവന്റെ ഒരു മാല. അത് പുള്ളി കള്ളത്തരമാണെന്ന് പുള്ളിക്ക് അറിയാം, എന്നാ ഇത് പറ്റിക്കാൻ വാങ്ങിക്കാണെന്ന് ചേച്ചിക്ക് അറിയാവുന്ന ഒരു സീനാണ്. അതെ 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 സീനാണ്. പക്ഷെ നമുക്ക് ആ ഷോട്ട് നമുക്ക് തോന്നത്തേ ഇല്ല. ആ ഷോട്ട് എടുക്കുമ്പോൾ അറിയത്തില്ല ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്ന് എനിക്കിങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല, എനിക്കൊന്നും ആരും തന്നിട്ടില്ല എന്ന് പറയുന്നവർ ഇത് കള്ളിയാന്ന് ആരും പറയത്തില്ലല്ലോ. അതെ അതെ. അപ്പം എന്താ പറയുന്ന ആദ്യത്തെ ഒരു തേപ്പുകാരി, മലയാള സിനിമയിലെ ആദ്യത്തെ തേപ്പുകാരിയായിരുന്നു. അന്ന് ആ പ്രയോഗം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അതൊന്നും അന്ന് ഇപ്പൊ ഒക്കെ നോർമലൈസ് ആയ ഒരു സംഭവം. അന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാം, ഒരു പെണ്ണ് അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത്. അത് അങ്ങനത്തെ അത്തരം റോളുകളായിരുന്നു എനിക്ക്. കാരണം ഒരു വെറൈറ്റി ഫീൽ ചെയ്തു. നായിക എന്ന് പറയുന്നത് സ്ഥിരം ക്ലീഷേന്ന് മാറണ്ടേ. അപ്പൊ അത്തരം സിനിമകളും ക്യാരക്ടേഴ്സുമാണ് എന്നെ എപ്പോഴും യോധയിലെ ദമയന്തി, പിന്നെ തലയണ മൊത്തത്തിലെ കാഞ്ചന ഒക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അതിനകത്തുള്ളതാണ്. പക്ഷെ അങ്ങനെ പെർഫോം ചെയ്ത് വന്നപ്പം അത് ശരിക്കും പച്ചയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ത്രീ ജെന്യൂനാണ്. അത് ഈ ചെയ്യട്ടെ. അന്ന് സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ നല്ല സ്റ്റാർഡം ഉള്ള സമയം, അല്ല തിളങ്ങി നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഇങ്ങനെയുള്ള ഷെയ്ഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചുറ്റുമുള്ളവരും പറയില്ല, അത് പറയും എല്ലാവരും. ഈ ജയറാമിൻ്റെ ചേട്ടത്തിയായിട്ട് അഭിനയിക്കേണ്ട കാര്യമുണ്ടോ, നായികയായിട്ട് അഭിനയിക്കും. എന്നെ അതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുള്ള ഉപദേശങ്ങളൊന്നും കാരണം നാടകത്തിൽ നിന്ന് വന്നവരാണ് അച്ഛനും അമ്മ എല്ലാം. ആ ഒരു ക്യാരക്ടർ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള, അല്ലാതെ നായികയായിട്ട് മാത്രമേ എൻ്റെ മോൾ അഭിനയിക്കൂ, ഒരിക്കലും അങ്ങനൊന്നും ചിന്തിക്കത്തുമില്ല, നമ്മളത് പറയത്തുമില്ല.
ഏറ്റവും ഈ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതിലാ മാറ്റി നിർത്തുന്നത് പറയാൻ പറ്റാത്തത്ര കഥാപാത്രങ്ങൾ. ആ വിളിച്ചു വരുത്തിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാ? അച്ചുവിൻ്റെ അമ്മ എനിക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇതിനെ ഇറക്കി വിടാൻ പാടുവിട്ടൊരു റോളാണ്. കാരണം ഞാനൊരു അമ്മ ആയതിനു ശേഷം ഉള്ള സിനിമയാണ്, ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് മലയാളത്തിലാവുമ്പോൾ എന്നെ ആത്മാവിൻ്റെ ഭാഷയും കൂടെ അല്ലേ. ഓക്കെ. അപ്പോൾ ഇതിനെ മാറ്റി നിർത്താൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എനിക്ക്. അതിൽ എൻ്റെ എലിമെൻ്റ് ഒരുപാടുണ്ട് ആ ക്യാരക്ടറിൽ. എന്നാൽ സത്യേട്ടൻ ഒരിക്കലും എന്നോട് കൃത്രിമമായിട്ടൊന്നും ചെയ്യാൻ പറയാറില്ല. ഓൾമോസ്റ്റ് ആ ക്ലൈമാക്സ്, വെരി ക്ലൈമാക്സ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഞാൻ തന്നെയാണല്ലോ. അത് തന്നെയാണ്. അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരു അമ്മയാവാൻ വേണ്ടി ഒരു പക്വതയൊന്നും കാണിക്കാൻ പറഞ്ഞില്ല സത്യേട്ടൻ. അതുപോലെ തന്നെ ഉള്ളൊഴുക്കിലെ ലീലാമ്മയെ കുറിച്ചുള്ള ആ സമയത്തെ ചോദ്യങ്ങളെല്ലാം ഞാൻ എന്തെങ്കിലും പെടായി പറഞ്ഞ് ഞാൻ മാറ്റിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ വല്ലാതെ ഇമോഷണലാവുന്നു. കാരണം അതിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അപ്പച്ചിയുണ്ട്, എൻ്റെ കുഞ്ഞമ്മയുണ്ട്. ആ തലമുറയിലെ ഒരുപാട് പേരുടെ ദുഃഖം എനിക്ക് നേരിട്ടറിയാം. ഒരു കുടുംബത്തിനകത്ത് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി തത്രപ്പാടുപെടുന്ന ഒരു സ്ത്രീ, അവരുടെ വികാരങ്ങളെല്ലാം എപ്പോഴും അടക്കിയിട്ടുള്ളതാണ്, ഒരിക്കലും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ കരയാൻ പറ്റില്ല, ഞങ്ങളെല്ലാം കൂടെ കൂട്ടക്കരച്ചിലാവും. അപ്പം അമ്മ ഞങ്ങളെ ചിരിപ്പിക്കാൻ പാടുപെടുക. അപ്പം ആ റോള് വല്ലാത്തൊരു എന്നെ മാനസിക പ്രശ്നത്തിലാക്കിയ ഒരു ക്യാരക്ടർ. അല്ല, അത് നമുക്കത് കാണുമ്പോൾ അറിയാം. ശേഷം അല്ലാതെ വേറെ ആളെ നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്ര മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, അത് മനോഹരവും നിങ്ങൾ പറയുന്നു. ഞാൻ ആ സിനിമ ഞാനോ എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡോ എൻ്റെ മോള് മാത്രം കണ്ടു. അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ കണ്ടിട്ട് കരഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും കരഞ്ഞിട്ട് എന്നോട് മറുപടി പറഞ്ഞു. പക്ഷേ എനിക്ക് അത് ആലോചിക്കുമ്പോൾ സങ്കടമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു 45 ദിവസം ഞാൻ ആ ക്യാരക്ടറായി ആലോചിക്കുമ്പോൾ എനിക്കിപ്പം പ്രശ്നമാണ്. ഏതമ്മയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സീരിയസ് അല്ലെങ്കിൽ ഇമോഷണൽ സാധനങ്ങൾ ചെയ്യുന്നതിനപ്പുറം എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം ഒരു ചേച്ചിയുടെ ആ ഒരു കുട്ടിത്തമുള്ള. കാരണം എനിക്ക് വീട്ടിലെ ഞങ്ങളുടെ അമ്മ അല്ലെങ്കിൽ എനിക്ക് അറിയുന്നവർ അവർ നമ്മളോട് നിൽക്കുന്നത് അങ്ങനെയായിരിക്കും കൂടുതലും, മറ്റേ വലിയ വിഷയങ്ങളിലേക്ക് പോവാതെ. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യുന്നതാണോ ശരിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ മെനക്കെടേണ്ട കാര്യമില്ല. വേണുനാഗവള്ളിയുടെ സിനിമകളൊക്കെ എന്റെ കളിപ്പാട്ടം പോലുള്ള ഇപ്പൊ സുഗമദേവി ആയിക്കോട്ടെ, അതിൽ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ഡിഫറൻസ് ഉള്ളത്. ഒരു നിഷേധമൊക്കെ പറഞ്ഞു. ഞാൻ കുട്ടിയിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ സ്വാഗതം, അങ്ങനെ കുറെ സിനിമകളുണ്ട് മേടിച്ചിട്ടുണ്ട്. ലാൽ സലാം, അതിന്റെ ആ ബിഗിനിങ് പോർഷനൊക്കെ എന്ന് പറയുന്നത് മോളെ എങ്ങനെയാണ് മോള് പറയുന്നത് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി. കൃത്യമായിട്ടൊന്നും പറയാൻ അങ്ങനെ പറയാറില്ല. സത്യേട്ടൻ്റെ സിനിമകൾ അതൊക്കെ ഒരു എളുപ്പം അതാണ്. ആ സമയത്ത് ഇപ്പം സുരേഷ് ഉണ്ണിത്താൻ്റെ സിനിമ, വിജയ് തമ്പിയുടെ സിനിമകൾ, അതൊക്കെ അങ്ങനത്തെ സിനിമകളാണ്. അപ്പൊ എനിക്ക് അതാണ് മാനസികമായിട്ട് വലിയ താല്പര്യം. അതാണ്.